Hi everyone, welcome back to my channel. ഇന്ന് ഞാൻ നിൽക്കുന്നത് കുറ്റിപ്പുറം സ്പാസ്കോന്റെ ഒരു സൈറ്റ് ആണ്. ഒരു നമുക്കറിയാം ഇപ്പോൾ ലീക്കേജ് പ്രോബ്ലംസ് ഒരുപാട് സഫർ ചെയ്യുന്നതാണ്. ഈ വീട് ഉണ്ടാക്കുന്നതിന് മുൻപാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത്, അവെയർ ആയിരിക്കേണ്ടതും ആ സമയത്ത് തന്നെയാണ്. പക്ഷെ വീട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് സ്പാസ്കോന്റെ കുറ്റിപ്പുറം കുമ്പിടിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ഒരു ടെറസിലാണ് ഇത് ചെയ്യുന്നത്. ഇത് നിലവിൽ ഇന്നത് ലീക്ക് വന്നതുകൊണ്ട് ആ ലീക്കിനെല്ലാം മാറ്റി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ സ്പാസ്കോന്റെ MD ആയിട്ടുള്ള മിസ്റ്റർ ഹാരിഫ് ഉണ്ട്. അപ്പം ആള് ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഹായ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വീടിന്റെ മെയിന്റനൻസ് കം വാട്ടർ പ്രൂഫിംഗ് ആണ്. അപ്പൊ അവിടെ വാട്ടർ ലീക്കേജ് ഉണ്ട്, പിന്നെ അത് കൂടാതെ തന്നെ അവർക്ക് ഭയങ്കര ചൂടിന്റെ ഒരു വിഷയം കൂടിയുണ്ട്. രണ്ട് പർപ്പസും കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് മെയിൻ ആയിട്ട് അവരുടെ ലീക്ക് നിൽക്കണം, പ്ലസ് ഒരു ഹീറ്റ് റിഫ്ലക്ഷനും കൂടി ആവണം അവരുടെ സ്ട്രക്ചർ ബിൽഡിംഗ് എന്നുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കച്ചറ പിടിച്ച, അതായത് ഫംഗസും അങ്ങനെയൊക്കെ ഡേർട്ടി ആയിട്ട് കിടക്കുന്ന ഒരു ഇതായിരുന്നു. അതിനെ നമ്മള് പ്രഷർ വാഷർ വെച്ചിട്ട് വാഷ് ചെയ്തെടുത്ത് കംപ്ലീറ്റ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി. അതിനുശേഷം ഇതില് പ്ലാസ്റ്റിക്കിൽ കുറെ കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നു, ക്രാക്കും അതേപോലെ തന്നെ പൊള്ളപ്പും ഇതൊക്കെ. ഈ പൊള്ളപ്പുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ക്രാക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു എപ്പോക്സി ക്രാക്ക് ഫില്ലിംഗ് മെറ്റീരിയൽ ഉണ്ട്. അത് ഒരു ഹാർഡ്നർ പ്ലസ് റെസിൻ, ഇത് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ആ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റിന്റെ ക്രാക്കുകൾ, ഹെയർലൈൻ ക്രാക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഗ്രൂവ് എടുത്തിട്ട് അതിലോട്ട് കട്ട് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ ഇത് ശരിക്കും പെനിട്രേറ്റ് ചെയ്ത് എവിടെയൊക്കെ ക്രാക്ക് വന്നിട്ടുണ്ടോ അതിൽ കംപ്ലീറ്റ് അത് ഫില്ലായിക്കോളും. പിന്നെ ഒരു എക്സ്പാൻഷൻ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്രാക്ക് എന്തായാലും പിന്നെ പൊട്ടില്ല. നമ്മൾ സാധാരണ സിമെന്റീഷ്യസ് ക്രാക്ക് ഫില്ലിംഗ് ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും പൊട്ടാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഈ പൊള്ളപ്പുണ്ടായിരുന്ന ഭാഗങ്ങൾ പൊളിച്ചെടുത്തിട്ട് അവിടെ വീണ്ടും റീപ്ലാസ്റ്റ് ചെയ്തു. ആ റീപ്ലാസ്റ്റ് ചെയ്തതിന്റെ മുകളിൽ അതിന്റെ ക്യൂറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ഫൈബർ മെഷ് വെച്ചിട്ട് കോട്ടിങ് കൊടുക്കുകയാണ്. ഫൈബർ മെഷിന്റെ ആ ഒരു ഡീറ്റെയിൽ ഒന്ന് പറയോ? ഫൈബർ മെഷ് നമ്മള് ശരിക്കും വാട്ടർ പ്രൂഫിംഗ് പർപ്പസിൽ കൊടുക്കുന്നത് 45 GSM തിക്നെസ് ഉള്ള മെഷാണ് കൊടുക്കേണ്ടത്. മെഷ് തന്നെ പല തിക്നെസ്സുകളുണ്ട്. അതിൽ 45 GSM മെഷാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ മെഷ് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചറിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും, പിന്നെ എക്സ്പാൻഷനോ മറ്റോ വരുന്ന സമയത്ത് ഇതിന് ചെറിയൊരു എലോങ്ങേഷൻ കിട്ടാനും വേണ്ടിയിട്ട്, നമ്മൾ കൊടുക്കുന്ന കോട്ടിങ്ങിന് ഒരു എലോങ്ങേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മെഷ് നമ്മൾ പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് ലേ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗാമാഫിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ K2 എന്ന് പറയുന്ന ഒരു 2 കമ്പോണന്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരു പൗഡറും ലിക്വിഡും, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു പേസ്റ്റ് രൂപത്തിൽ വരും അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫോമിലേക്കായി മാറും. അതിനെ നമ്മൾ മെഷ് വെച്ച് അതിന്റെ മുകളിൽ കോട്ടിങ് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ മെഷ് ലേ ചെയ്യുന്ന ഒരു ബേസ് പ്രോസസ്. അത് കഴിഞ്ഞിട്ട്
ഇതിന്റെ ഒരു ക്യൂറിംഗ് പീരീഡ് ഉണ്ട്, ഒരു 2 ദിവസത്തെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ ചെയ്യുന്നത് ഡയറക്ട്ലി ഗാമ ഫിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ റൂഫ് കോട്ട് PU 300 എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്. അത് നമ്മളൊരു 3 കോട്ട് ആപ്ലിക്കേഷൻ ചെയ്യും. 3 കോട്ട് ആപ്ലിക്കേഷൻ അതാണ് ഫൈനൽ സ്റ്റേജ് ഉണ്ട്. നിങ്ങളുടെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഓൺ പ്രോഡക്റ്റ് തന്നെയാണ് അത്. അതിനെ നമ്മൾ 3 കോട്ട് ആപ്ലിക്കേഷൻ ചെയ്യും. 3 കോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ട് നമ്മൾ 1 ലിറ്ററിലേക്ക് 300 ml വാട്ടർ ഡയലൂഷനിൽ ചെയ്യും. ഇത് വാട്ടർ ബേസ്ഡ് PU ആണ്. രണ്ടാമത്തെ കോട്ടും ടോപ്പ് കോട്ടും വിത്തൗട്ട് വാട്ടർ, ഡയലൂട്ട് ഇല്ലാതെ അഴിച്ചിടും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഗുണം എന്താണെന്ന് ഈ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ടൈം പീരീഡ് കൊടുക്കണോ, ക്യൂറിംഗ് പീരീഡ് കൊടുക്കണോ? ഇല്ല, അത് ശരിക്കും ഡ്രൈ ആവാനുള്ള ഒരു പീരീഡ് കൊടുക്കണം. സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ അത് കറക്റ്റ് ഡ്രൈ ആവാനുള്ള ഒരു പീരീഡ്. അത് കഴിഞ്ഞ് തേർഡ് കോട്ടും നമുക്ക് അടിക്കാം. അതോടെ ഈ ഒരു പ്രോസസ് ഫിനിഷ് ചെയ്തു. ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് നിലവില് ലീക്കേജ് സംഭവിച്ചിട്ട് ചെയ്യാണല്ലോ. അപ്പൊ ഇനി നമ്മളൊരു പുതിയ വീട് ചെയ്യാണെന്ന് വിചാരിക്കാം, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? പുതിയൊരു ടെറസ് എന്ന് പറയുമ്പോ ഈ മദർ ടെറസ് എന്ന് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളുടെ ടെറസ് റൂഫ് എന്ന് പറയുന്നത്. അപ്പൊ ടെറസ് റൂഫ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മള് ഒരു വീട് സ്ട്രക്ചർ എക്സ്കവേറ്റ് ചെയ്ത് നമ്മള് ഫൗണ്ടേഷൻ കൊടുത്ത് ഫൗണ്ടേഷന്റെ മുകളിൽ നിന്ന് തന്നെ നമ്മൾ ഇത് ചെയ്ത് തുടങ്ങി വരണം. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മളുടെ തറയാണ്. ആ തറയിൽ നിന്ന് വേണം ഇതിങ്ങനെ കയറി ഡാം പ്രൂഫ് ആണെങ്കിലും അത് കഴിഞ്ഞ് ബെൽറ്റിന്റെ മുകളിലും ഒക്കെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു സംഗതിയാണ് ഈ ടെറസ് റൂഫ് എന്ന് പറയുന്നത്. അപ്പൊ ടെറസ് റൂഫിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൽ നിന്ന് താഴോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ. അപ്പൊ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട, ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇതേ സെയിം പ്രോസസ് തന്നെയാണോ ഒരു പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ ടെറസിൽ ചെയ്യേണ്ടത്? ഇതിലിപ്പോ എന്താ വെച്ചാലേ, നമ്മളൊരു പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ട് പുതിയൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മദർ സ്ലാബ് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ മദർ സ്ലാബിൽ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഏതൊരു കോൺക്രീറ്റ് എടുത്താലും മിനിമം ഒരു 4 ഇഞ്ച് തിക്നെസ് അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ തിക്നെസ് ഉണ്ടാവും. ഈ മദർ സ്ലാബിൽ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദർ സ്ലാബ് ഇതിനെ സക്ക് ചെയ്തെടുത്ത് നല്ലൊരു ലെയർ കോട്ടിംഗ് ആയിട്ട് മാറി. ഈ കോട്ടിങ് പിന്നീട് ഒരു കാരണവശാലും ഇളകി പോരാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഇല്ല. അത് കൊടുത്ത് അതിന്റെ മുകളിൽ നന്നായിട്ട് പ്ലാസ്റ്ററിങ്, അതല്ലെങ്കിൽ സ്ക്രീഡിങ് എന്ന് പറയുമ്പോൾ ബേബിയറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒഴുക്കാക്കി ഒരു സ്ക്രീഡിങ് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ വീണ്ടും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ PU കോട്ടിങ് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയി. ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഇന്റീരിയറും ചെയ്യുമ്പോ അതിനൊന്നും നാശം വരാതിരിക്കാനും നമ്മൾ ആദ്യം ഇവിടൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അത് ഒരു പ്രൊജക്ടിന്റെ ഒരു കോസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടോട്ടൽ കോസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 1% പോലും ഈ ഒരു പ്രോസസ്സിങ്ങിന് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. മാത്രമല്ല ഇതൊക്കെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് ശ്രദ്ധിക്കുള്ളൂ അതിനെ കുറിച്ചിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു അവയറും കൂടെ ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. പിന്നെ നിങ്ങളുടെ സ്പാസ്കോ എന്ന് പറയുന്ന കമ്പനി ആണ് എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് അല്ലെ, ലീക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അതല്ല വീട് ഉണ്ടാക്കുന്നതിന് മുൻപാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, വാട്ടർ പ്രൂഫിങ്ങുമായി ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ സ്പാസ്കോന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്യാം.
അപ്പൊ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.